നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. 14/9/2025 ഞായറാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുറയുകയാണ്. അതേസമയം സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ 10 രൂപയും ഒരു ഭവൻ്റെ മുകളിൽ 80 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 187, RSS 5 കിലോ 184, ISNL 20 163, ലാറ്റക്സ് 60% 128 രൂപ 90 ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 187, RSS 5 കിലോ 184. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 176, ലോട്ട് കിലോ 165. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 122, 60% DRC ഒട്ടുപാൽ കിലോ 91 രൂപ 50 കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 179, RSS 5 കിലോ 176, ISNL 20 161 മുതൽ 162 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 102 മുതൽ 108. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 10,190, ഒരു ഭവൻ 81,520. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 11,117, ഒരു ഭവൻ 88,936. തേങ്ങ വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 88, വെളിച്ചെണ്ണ ലിറ്റർ 480, കൊപ്ര എടുത്തപടി 219, കച്ചോലം ഉണങ്ങിയ 450, കൊക്കോ 350, കശുവണ്ടി 100, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 200, ഗ്രാമ്പു 770, നാടൻ 880, കാഞ്ഞിരക്കുരു 1850, നെല്ല് കിൻഡൽ 2300, ചീനി 30 മുതൽ 40 രൂപയാണ്. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 687, പുതിയത് 677, കുരുമുളക് ഗാർബിൾഡ് 707, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, കുരുമുളക് വയനാടൻ 670, ചേട്ടൻ 660. പൈനാപ്പിൾ പച്ച 38, പഴം 45. കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ ജനങ്ങൾക്ക് വേണ്ടി നിരത്തിലിറങ്ങിയ KSRTCക്ക് റെക്കോർഡ് കളക്ഷനാണ്. KSRTC ജീവനക്കാരെയും മാനേജ്മെൻറ്റിനെയും അഭിനന്ദിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണാവധി കഴിഞ്ഞുള്ള ആദ്യ പ്രവൃത്തി ദിനത്തിൽ 10.19 കോടി എന്ന റെക്കോർഡ് കളക്ഷൻ നേടിയാണ് KSRTC ജീവനക്കാരെയും മാനേജ്മെൻറ്റിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചത്. പിന്നിൽ മന്ത്രി KV ഗണേശകുമാർ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം വളരെ ആത്മാർത്ഥമായി ജീവനക്കാരോട് പല സ്നേഹത്തോടും പല കാര്യങ്ങളും പറഞ്ഞ് എന്തായാലും വളരെ റെക്കോർഡ് കളക്ഷനിൽ എത്തിച്ചേക്കുകയാണ് ഇപ്പോൾ KSRTC. ആത്മാർപ്പണവും അധ്വാനവും കൊണ്ട് അതിവേഗ സഞ്ചാരത്തിലാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇപ്പോൾ KSRTCയിൽ UPA പേയ്മെൻറ്റ് സൗകര്യവും ട്രാവൽ കാർഡ്, ലൈവ് ട്രാക്കിംഗ് സംവിധാനം തുടങ്ങിയ പല പുതിയ രീതികളും ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. യാത്രക്കാർക്ക് യാത്രാനുഭവം ഒരുക്കാൻ പുതിയ ബസ്സുകൾ നല്ല സൗകര്യത്തോടു കൂടി ഇറക്കി. മുടങ്ങിക്കിടന്ന പല സർവീസുകളും പുനരാരംഭിച്ചതും വരുമാനം വർദ്ധിക്കാൻ കാരണമായി. ജനങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത് അത്യാവശ്യ യാത്രകൾ മുതൽ വിനോദയാത്ര വരെ നീളുന്ന ആവശ്യങ്ങൾക്ക് അവർ പ്രധാനമായും പൊതുഗതാഗതത്തെ ഒപ്പം കൂട്ടിയതാണ് വരുമാന വർധനവിന് വഴിയൊരുക്കിയതിന് കാരണം. നമ്മുടെ KSRTCക്ക് നല്ല വരുമാനവും നല്ല യാത്രാനുഭവങ്ങളും നല്ല ബസ്സുകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി. ഇതിൻ്റെ എല്ലാം പിന്നിൽ മന്ത്രി KV ഗണേശകുമാറും വിദഗ്ധ മാനേജ്മെൻറ്റും ആത്മാർത്ഥതയുള്ള ജീവനക്കാരുമാണ്.